നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തന്നെ ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതാനായി തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും. ഇപ്രാവശ്യം നമുക്കറിയാം പുസ്തകങ്ങൾ മാറി, ചോദ്യങ്ങളുടെ രീതികൾ മാറി. മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അപ്പം എങ്ങനെയാണ് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു A+ കിട്ടുന്ന രീതിയിൽ ഓരോ വിഷയത്തിൻ്റെയും പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ചെറിയ വിവരണം അത് എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനു വേണ്ടിയുള്ള ചെറിയ ശ്രമങ്ങളാണ്. പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളിലാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അത് ഫിസിക്സും കെമിസ്ട്രിയുമാണ്. കെമിസ്ട്രിയുടെയൊക്കെ ചോദ്യങ്ങൾ പാർട്ട് ചോദ്യങ്ങൾ തന്നെ ചെയ്തപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് നമ്മുടെ അധ്യാപകരുടെ ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ചോദ്യങ്ങളൊന്ന് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കൊരു A+ ലെവൽ, അതിന് ആദ്യം വേണ്ടുന്ന ഒരു കാര്യം ചോദ്യ രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ പഠനത്തെ ആസ്പദമാക്കി നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായി, നിങ്ങളുടെ ശേഷികൾ എത്രത്തോളം ഉണ്ടായി എന്നുള്ള പരിശോധിക്കുന്ന ചോദ്യങ്ങളാണ്. മുമ്പൊക്കെ നമുക്ക് ചോദിച്ചിരുന്ന കണ്ടൻറ് ബേസ്ഡ് ചോദ്യത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്ന് അത് ഇടയ്ക്ക് ആപ്ലിക്കേഷൻ ലെവലായിരുന്നു. ആ ആപ്ലിക്കേഷൻ ലെവലിൽ നിന്ന് ഒരു പടിയുടെ മുന്നിൽ കയറി ആണ് നിങ്ങളുടെ ശേഷികൾ, സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അത് പരിശോധിക്കുന്ന ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പം ഒരേ ചോദ്യത്തിൽ തന്നെ പലതരം സ്കില്ലുകളെക്കുറിച്ച്, മാത്തമാറ്റിക്കൽ സ്കില്ലിനെ കുറിച്ച് ചോദിക്കാം, അതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് ചോദിക്കാം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്കില്ലിനെക്കുറിച്ച് ചോദിക്കാം, നിങ്ങളുടെ കണ്ടൻറ്റ്, അങ്ങനെ മൊത്തത്തിലൊരു കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്ന 7 പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ വീഡിയോകൾ, അത് ഒരുപാട് ലെങ്തി അല്ല, പക്ഷേ ഓരോ ചോദ്യങ്ങളോ 2 ചോദ്യങ്ങളോ എടുത്ത് ആ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ പഠനത്തോടൊപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചോദ്യങ്ങളെ ക്രാക്ക് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. ഇതൊരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂഷനല്ല. നിങ്ങൾക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നിങ്ങളുടെ പഠനത്തിനിടയ്ക്കുള്ള ലെഷർ ടൈമിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പരീക്ഷയെ നേരിടാൻ കഴിയും. അതിന് A+ വാങ്ങാൻ കഴിയും. A+ മാത്രമൊന്നല്ല, ഉന്നത ഗ്രേഡ് വാങ്ങാൻ കഴിയും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.